ഹലോ ഹായ്, എൻ്റെ പേര് ആൽഡൻ. ഒരു വെറൈറ്റി പേര് തന്നെയാണ് ആൽഡൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആദ്യമായിട്ട് ആരോടൊക്കെ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരാരും തന്നെ കറക്റ്റായിട്ട് എൻ്റെ പേര് തിരിച്ചു പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ അവരെന്നോട് ചോദിക്കും, ഓ ഡാൽഡ, ഡാൽഡയുടെ വീട് എവിടെയാ? ചേട്ടാ, ഡാൽഡ ഒരു നെയ്യിൻ്റെ പേരാണ്, എൻ്റെ പേര് ആൽഡൻ എന്നാണ്. ഓ സോറി കേട്ടോ, നല്ല പേരാ കേട്ടോ, കേട്ടിട്ടേ ഇല്ല. അണ്ടൻ ഇപ്പം എന്ത് ചെയ്യുന്നു? എനിക്കത് ശീലമായി, അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് ഒഴിവാക്കും. പക്ഷേ എനിക്ക് ഇത്രയും നല്ല പേരുണ്ടായിട്ടും എന്നെ കിങ്കു എന്ന് വിളിക്കുന്ന, ഷോർട്ട് ഫോർ കിങ് കോങ് എന്ന് വിളിക്കുന്ന മലിനീകൃതമായ മനസ്സുള്ളവരാണ് എൻ്റെ കൂട്ടുകാർ മൊത്തം. നമ്മൾ ഈ ഇടയ്ക്ക് വരാറില്ലേ, അവനിത് എന്തിൻ്റെ ചൊറിയാന്ന്? അങ്ങനെയുള്ള ചൊറിയുള്ള ഒരു കോട്ടും കൂട്ടുകാരാണ് എനിക്കുള്ളത്. സൂചി കയറ്റാൻ ഇടം കൊടുത്താൽ മതി, അമ്മാർ അതിൻ്റെ തൊലക്ക് കയറ്റിയിട്ട് തിരിക്കും. അങ്ങനത്തെ മൈൻഡുള്ളവർ, അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അബ്ദുറബിൻ്റെ കാലത്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതി വരാം. അതുകൊണ്ട് മാർക്കിനൊന്നും ഞങ്ങൾക്ക് ഒരു പഞ്ഞോ ഇല്ലായിരുന്നു. ആകെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് +2 ഏത് സ്ട്രീം എടുക്കും എന്നുള്ളതായിരുന്നു. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്. ഹ്യൂമാനിറ്റീസിൻ്റെ ഫെല്ലിങ് പോലും അവൻ എഴുതാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ അത് ഒഴിവാക്കി. കൊമേഴ്സ് ആണേ കണക്കിനാണെങ്കിൽ അവൻ കണക്കാണ്, അതുകൊണ്ട് അതും ഒഴിവാക്കി. എന്നിട്ട് അവൻ നേരെ പോയി സയൻസ് എടുത്തു. അതും വലിയ ഇംഗൃതമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നേരെ ബയോളജി സയൻസ് തന്നെ പോയി എടുത്തു. അവിടെ ചെന്നപ്പം ഞങ്ങൾ അന്നേരം അവനോട് പറഞ്ഞു, ആപത്തിലേക്കാണ് നീ പോകുന്നതെന്ന്. കേട്ടില്ല. ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളത്തിനെങ്കിലും ജയിച്ചാൽ മതി എന്നായി ടീച്ചർമാർക്കല്ല. പക്ഷേ ടീച്ചർമാരുടെ പ്രതീക്ഷയും പ്രവചനത്തെ എല്ലാം കാറ്റി പറത്തിക്കൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ, അഭിമാനത്തോടെ ഞാൻ പറയാം, എൻ്റെ സ്വന്തം കൂട്ടുകാരൻ എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക് വ്യത്യാസം തന്നെ തോറ്റു. അതെങ്ങനെയാ? മലയാളം പരീക്ഷയ്ക്ക് എഴുത്തച്ഛനെ പറ്റി എഴുതാൻ പറഞ്ഞപ്പം അവനെ എഴുത്തും വായനയും പഠിപ്പിച്ച് അവൻ്റെ അച്ഛൻ തങ്കച്ചൻ അടിപൊളിയാന്ന് എഴുതിയാൽ ആര് മാർക്ക് കൊടുക്കാനാ? പക്ഷെ 6 മാസത്തിന് ശേഷമുള്ള പരീക്ഷയ്ക്ക് അവൻ അന്ന് തൊട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ഫോണിൻ്റെ റിംഗ് ടൂണൊക്കെ മാറ്റി പുതിയ മുഖോ, ഓ ഇനി ഒരു പുതിയ മുഖോ, ആ സാധനമൊക്കെ ഇട്ടു. പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അവൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു, മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമാണെന്നൊക്കെ. പക്ഷേ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടും വന്നു. മുറിവേറ്റ സിംഹം ചത്തുപോയി ഗൈസ്. പക്ഷേ നമ്മുടെ ഹീറോ തോറ്റിട്ടില്ല. നമ്മുടെ ഹീറോ ഇപ്പോൾ ടൈൽസിൻ്റെ പണിക്കും പോകുന്നുണ്ട്, തോറ്റ പിള്ളേർക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവനൊരു സ്റ്റാറ്റസ് ഹോളിയാണ്. അതായത് എവിടെയെങ്കിലും പോയാൽ ഇനി ഒരു 10-20 ഫോട്ടോയെങ്കിലും ഉറപ്പായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കും. അതും ഈ ട്രെയിനൊക്കെ പോലെ, അതായത് സെയിം ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻറ്റ് പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അൺസൈക്കിൾ സാധനം. അത് എവിടെയും പോകണമെന്നൊന്നുമില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുമ്പിൽ വാർക്കപ്പണിക്ക് വേണ്ടി കുറച്ച് മണൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ നേരെ ഇവൻ്റെ അപ്പൂപ്പൻ്റെ കാലം കൂടെ മേടിച്ച് അതിൻ്റെ അകത്ത് കുത്തി പാല് മേടിക്കാൻ വെച്ച് ബിയറും കുപ്പി എടുത്ത് കൈ പിടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് സ്റ്റോറി ഇട്ടു, ചില്ലിങ് അറ്റ് ഗോവ എന്നും പറഞ്ഞിട്ട്. ഇനി നമ്മളെങ്ങാനും ഒരു 3-4 തേക്കിൻ്റെ ഫോട്ടോ അടുപ്പിച്ചെടുത്ത് നിലമ്പൂർ തേക്ക് മ്യൂസിയം ഇട്ടാൽ അവൻ അപ്പം പറയും ഷോകെന്ന്. അവൻ ചെയ്ത മാസ്, ഞാൻ ചെയ്ത കോപ്പ്. പക്ഷേ ഇനിയുണ്ട്. ഒരു ദിവസം ഞാനും അവനും കൂടെ പള്ളി കഴിഞ്ഞിട്ട് കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ബൈക്കിനാണ് പോകുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. കഷ്ടകാലത്തിന് പോലീസ് പിടിച്ചു. എന്നിട്ട് ഞാൻ അവനോട് 2 കൂട്ടുകാരെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിച്ച് 200 രൂപ ഫൈനും കൊടുത്ത് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് അടിച്ച് സന്തോഷം. ചോദിച്ചപ്പോൾ അവൻ പറയുക, നൻപൻ എന്നോട് പറയുക, എടാ നിന്നെ പോലീസ് എടുത്ത് കുടയുന്നതും നീ കരയുന്നതും ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് ലൈവ് പോയി, അതിനെനിക്ക് മിഷേൽ മഗ്ലാരൻ റിപ്ലൈ ചെയ്തു എന്ന്. നൻപൻ നാറി. ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ അവനെ പൂനെക്ക് സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം അവൻ നാട്ടിൽ കളങ്കളം കൈലിയും അബിഡാസിന്റെ ടീഷർട്ട് ഇട്ട് നടന്നവൻ അവിടെ ചെന്നപ്പം ഭയങ്കര പരിഷ്കാരി. പച്ച ഷർട്ട്, മഞ്ഞ പാൻറ്, ചുമല്, ഷൂസ്, വള, ചങ്ങല. നമുക്കല്ലേ അറിയൂ, യൂറോപ്യൻ ക്ലോസിന്റെ മുകളിൽ ഇപ്പോഴും തവള കുത്തിയിരിക്കുന്നതാണ് അവൻ സാരി സാധിക്കുന്നത് തന്നെ. ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ അവനെ ഫിനിക്സ് മാളിൽ കൊണ്ടുപോയി. അതായത് ഈ 2020 സിനിമയിൽ മോഹൻലാൽ ഇറങ്ങി വരുന്ന ഒരു ഗമയിൽ അവൻ നേരെ എസ്കലേറ്ററിന്റെ അടുത്തോട്ട് ചെല്ലുന്നു, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു, 2ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ അവൻ അറിയില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ അവിടെ കിടന്ന് ഉരുളുവാ നിലത്ത് കിടന്നിട്ട്. അതായത് ഈ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ്, ഞായറാഴ്ച രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ചുരുളി സിനിമ വീട്ടാറുടെ കൂടെ ഇപ്പം കണ്ടിരുന്ന അവസ്ഥയാണ്. അങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ല, ചമ്മി നാറി. എന്നിട്ട് ഞാൻ കൂട്ടുകാരനല്ലേ, തോട്ടിലെറിയാൻ പറ്റുമോ, ഞാൻ എടുത്ത് വിട്ട് അവനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഒരു പണിയില്ലാതിരിക്കുമ്പോഴാണ് അവനൊരു $1 million ഐഡിയ അവൻ്റെ മനസ്സിൽ വന്നത്. അവൻ നേരെ പറമ്പിലേക്ക് പോയി 1 കിലോ കമ്മ്യൂണിസ്റ്റ് വെച്ചെല്ലാം പറ്റി കഞ്ചാവാന്ന് പറഞ്ഞ് പിള്ളേർക്ക് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ മനോരമയുടെ ഫ്രണ്ടിലത്തെ 3ാമത്തെ പേജിൽ അവൻ്റെ ഫോട്ടോ എല്ലാം വന്നു, വിത്ത് സർക്കിൾ ആൻഡ് CI ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു. പക്ഷെ കോമഡി അതല്ല, അവൻ അതും എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു, വിത്ത് BGM ടടരട്ടാ എന്നെല്ലാം പറഞ്ഞിട്ട്. കഴിഞ്ഞ ആഴ്ച ഈ പിള്ളേർ കണ്ണൂരിലെ ഏതോ കൊട്ടേഷൻ ടീമിനെ ഇനി സാധനം കൊടുത്ത് ഈ പിള്ളേർ വന്ന് ഇവനെ കണ്ടായിരുന്നു. എന്തോ ഭാഗത്തിന് മനോരമേന്റെ ബാക്കിലത്തെ 4ാമത്തെ പേജിൽ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ വന്നില്ല. ഇപ്പൊ AKG ഹോസ്പിറ്റലുണ്ട് കണ്ണൂർ. ഇനി അവിടെ ചെന്നിട്ട് വേണം അവന്റെ അടുത്ത $1 million ഐഡിയ എനിക്ക് കേൾക്കാൻ. താങ്ക് യു.